വയനാട് ചൂരൽമലയിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ആദ്യ വോട്ട് ചെയ്ത ആളാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇവിടെ തന്നെയാണ് താമസം? ഇവിടെ തന്നെ താമസം. ഇപ്പോ ദുരന്തബാധിതർ എല്ലാവരും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണുള്ളത്. ഇപ്പോ എല്ലാരും കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അവസരമുണ്ട്. കാരണം എല്ലാവരും കാണാൻ വയനാട് ജില്ലേന്റെ പല ഭാഗത്താ വരുന്നാലും ബന്ധപ്പെടും, കാണാൻ കഴിയും. പലരും ഉണ്ടല്ലോ, ബന്ധപ്പെട്ടവരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, പലരും ഉണ്ട്. എല്ലാവരും നഷ്ടപ്പെട്ട് ഭയങ്കര മാനസിക വിഷമങ്ങളുണ്ട്. വേണ്ടപ്പെട്ടവരൊക്കെ വൈകുന്നേരം ഒന്നിച്ചിരുന്ന് പിറ്റേന്ന് മരണപ്പെട്ടതാ. ഇങ്ങനത്തെ ഒരു ദുരിതം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അതിന്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മളന്ന് രാത്രി പോവാതാ. ഇത്തവണ മുണ്ടക്കൈ പാടില്ല. മുണ്ടക്കൈയും ചൂരൽമലയും മുണ്ടക്കൈ പോയി അങ്ങനെ ഓരോ നാട് നഷ്ടപ്പെട്ടു പോവാ. അങ്ങനെ ഉരുൾപ്പെട്ട് പോവുകയാണ് പോയവർക്കല്ലേ. ഇപ്പൊ മുണ്ടക്കായി വോട്ട് 12 മുമ്പത്തെ ഒരു ഓർമ്മ എങ്ങനെയാണ് ചൂരൽമലയിലൊക്കെ വോട്ടെടുക്കുന്നത്? മുമ്പത്തെ ഓർമ്മ തന്നെ ഇത്ര സൗകര്യമായിട്ട് ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാല് ആള് സഹകരിക്കുന്ന ആൾക്കാരാ. അയക്കുന്ന ആൾക്കാർ കൂടുന്ന സ്ഥലം, ഒന്നിച്ച് കൂടുന്ന ആൾക്കാരാ. അപ്പൊ ആ സ്ഥലത്ത് ഇന്നൊരു പൂജ്യം ആരുമില്ലാത്തൊരവസ്ഥയിൽ അവിടെ വരാൻ പറ്റില്ല. മാനസിക വിഷമം തന്നെ. നമ്മളെ കൂട്ടുകാരും ഇല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പെട്ടൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുക. ഒരു മൂലയിൽ ഒറ്റപ്പെട്ട മാതിരിയാണ് ഇപ്പോൾ ഉള്ളത് നിൽക്കണേ. നമ്മളങ്ങനെ പോകാനും പറ്റിയില്ല. ബാക്കിയുള്ള അങ്ങോട്ട് പോയി ഞങ്ങളെ കയറ്റുമില്ല. അങ്ങനത്തെ ഒരവസ്ഥ. വെള്ളാർമല സ്കൂളും ഇപ്പൊ ഓർമ്മയാണ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഓണം തന്നെയല്ലേ. എപ്പോഴും എല്ലാവരും ഇവിടെ ഈ നാട്ടിൽ വേണ്ടപ്പെട്ടവർക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. വില്ലേജ് മുതൽ പിന്നെ എന്തൊക്കെയുണ്ട് അതെല്ലാം ഇവിടെ ഉള്ള ഒരു 10 മീറ്റർ ഉള്ളിലുള്ളതാണ്. അങ്ങനത്തെ സൗകര്യം നഷ്ടപ്പെടുക കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ല അങ്ങനത്തെ. എത്ര സൗകര്യത്തിലെല്ലാം ഒത്തിട്ടണ പഞ്ചായത്ത് മുതൽ എല്ലാ സൗകര്യങ്ങളും ഒത്തിട്ടിട്ടില്ല. ഇപ്പൊ കിട്ടിയ ഇവിടെ വെള്ളാർമല സ്കൂളിൽ അതൊക്കെ നഷ്ടപ്പെട്ടു. ഇന്നിപ്പോ എല്ലാരും വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. എല്ലാവരും വരും. കാരണം പിന്നെ ഇതിലൊന്നും കാണാന്നുള്ള എനിക്ക് ഒരാവശ്യം. പിന്നെ സ്ഥാനാർത്ഥികളൊക്കെ പല ബസ് ഗവൺമെന്റ് വിട്ടുകൊടുത്തിട്ടുണ്ട്. മറ്റൊരു സാഹചര്യമുണ്ട്. മറ്റു ജീപ്പിലും കൊണ്ടുവരാൻ അങ്ങനത്തെ സാഹചര്യമുണ്ട്. എല്ലാവരും വരണം, നല്ലതാവുള്ളൂ. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കുറെ ആളുകളും നമ്മളോടൊപ്പം ഇല്ല. ആരുമില്ല. ഒന്നുണ്ടൊന്നുമല്ല. ഈ നമ്മളെ ഒന്നുണ്ടോ ആളൊന്നുമല്ല. എല്ലാവരും ഈ മുണ്ടക്കൈ ഞങ്ങളൊക്കെ ഒന്നിച്ചോളൂ ഏറ്റിട്ടീണ. അവിടെ നഷ്ടപ്പെട്ടത് 400 ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ 400 ജില്ല എന്ന് പറയുന്നുണ്ട്. എത്ര ഇപ്പുറം കണക്കില്ലാത്ത അവസ്ഥയാണ്. അതല്ലേ വേറെ ബംഗാളികളൊക്കെ എത്ര പോയിക്കുന്ന ആർക്കും ഒരു മുല്ലൊന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയല്ലേ. പോയി നഷ്ടപ്പെട്ടു പോയില്ല. ഇനിയിപ്പോ ഒന്നല്ലല്ലോ. എന്തായാലും ഇങ്ങനത്തെ ഒരു ദുരിതത്തിൽ കൂടി പോകാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കട്ടെ. ദൈവം തരാതിരിക്കട്ടെ. അത്രയുള്ളൂ. എന്തായാലും മഹാദുരന്തം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ വോട്ടാണിപ്പോൾ ചൂരൽമലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം.